ട്രഡീഷണൽ കാഞ്ചീപുരം സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു ലുക്ക് ആൻഡ് അമേസിങ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യാമോ? എത്ര റേഞ്ചിലായിരിക്കും ഈ ഒരു സെമി സിൽക്കാണ്? ആ ഒരു ക്ലൂ ഞാൻ തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു മീഡിയം വെയ്റ്റിൽ വരുന്ന ഭയങ്കര സ്റ്റൈലായിട്ട് നമുക്കൊരു ഈവനിങ് ഫങ്ഷനൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. പ്ലീസ് ഗെസ് ദ പ്രൈസ് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. അപ്പോഴത്തേക്ക് നമുക്ക് ലൈക്ക് നമുക്ക് ആ ഒരു റേഞ്ച് എത്ര തോന്നുന്നു എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിവേ നമ്മളുടെ വെബ്സൈറ്റിൽ നമുക്ക് ലിങ്ക് എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് എന്ന്. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻസും അതിൻ്റെ ലുക്സും ഒക്കെ ഒന്ന് നോക്കാം. ആ ഒരു ഡബിൾ ബോർഡർ സ്റ്റൈൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചീപുരം സാരീസിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു തമിഴ് സ്റ്റൈൽ കംപ്ലീറ്റ് തമിഴ് എസെൻസ്, ആ ഒരു കൾച്ചറൽ എസെൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കളർ കോമ്പിനേഷൻ ഇസ് ഗ്രേ ആൻഡ് ബ്ലാക്ക്. സോ ഇറ്റ്സ് വെരി സൂട്ടബിൾ ഫോർ എ നൈറ്റ് ടൈം ഫങ്ഷനൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ബോർഡേഴ്സ്, അതിൻ്റെ ഒരു ഫോൾ ഉണ്ടല്ലോ, സാരിയുടെ ഫോൾ ആക്ച്വലി ഗിവ്സ് എ റിയലി ഗുഡ് എഫക്റ്റ് ടു ദി ബോർഡേഴ്സ് ആസ് വെൽ. നമുക്ക് ഭംഗിയുള്ള സാരി ആണെങ്കിലും ശരി, അതിൻ്റെ ചിലപ്പോൾ ചില രീതിയിൽ അതിൻ്റെ ആ ഒരു സാരി കിടക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആ ഒരു സാരി ഉടുക്കുമ്പോൾ ഉള്ള ഒരു ഗ്രാൻഡ് ഫീലിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ലുക്കാണ് കേട്ടോ. ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് ബ്ലാക്കിൻ്റെ അകത്ത് പച്ച ഡിസൈൻസ്, നമ്മുടെ പീകോക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഒരു പച്ചയെന്നാണ് അതിനെ ട്രഡീഷണലായിട്ട് പറയുന്നത്. ആൻഡ് ഫ്ലോറൽ ലുക്കും ബോഡിയിൽ നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിങ്ങും ആയിട്ടാണ് അതിൻ്റെ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ബോർഡർ, ഡബിൾ ബോർഡർ ലുക്കിൽ ആൻഡ് ട്രഡീഷണൽ പാറ്റേൺസിൻ്റെ അകത്ത് ഒരു ഫുൾ ബ്രൊക്കേഡ് ലുക്കിൽ വന്നിട്ടുള്ള പല്ലുവാണ്. അപ്പം നമ്മൾ വൺ ലെയറിലൊക്കെ ഇട്ടിട്ടൊന്ന് ചുറ്റിയൊക്കെ പിടിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. നല്ലൊരു സ്റ്റൈൽ ലുക്ക് അല്ലേ. ആൻഡ് ജ്വല്ലറി ഓൾസോ, ഇഫ് യു ലൈക്ക് പെയറിങ് ഇറ്റ് വിത്ത് ട്രഡീഷണൽ ആക്സസറീസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി മച്ച് ബെറ്റർ. ആൻഡ് ഇത് ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സ്ലീക്കായിട്ടുള്ള ജ്വല്ലറി വേണമെങ്കിലും പെയർ ചെയ്യാം, ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ജ്വല്ലറി ആണെന്നുണ്ടെങ്കിലും ഭംഗിയാണ്. ആൻഡ് KF122 എന്ന കോഡിലാണ് നമ്മൾ റൈറ്റ് നൗ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബ്ലൗസ് സെയിം ബ്ലാക്കാണ്, കോൺട്രാസ്റ്റിൽ ബ്ലാക്ക് വന്നിട്ട് അതിനകത്ത് ഈ ഒരു സിംഗിൾ ബോർഡർ ലുക്കും കൂടെ കൊടുത്തിട്ടാണ് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ലൈക്ക് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ് സെമി സിൽക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. സിൽക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷനാണ് ചിലപ്പോഴൊക്കെ. നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഓടി നടക്കുമ്പോഴത്തേക്ക് സിൽക്സ് വിൽ ബി ലൈക്ക് എനിക്കത് കയറി പോകുമോ എന്നുള്ള പേടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. സോ എനിവേ KF122 priced only at 1999. ചെക്ക് ഇറ്റ് ഔട്ട്. കുറേ പേരുണ്ടല്ലോ സാരി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് സെയിം കളർ ബ്ലൗസ് കാണുമ്പോൾ പറയും അയ്യോ കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന്. ചിലപ്പോൾ കോൺട്രാസ്റ്റ് ആണെങ്കിൽ ചിലരുടെ പ്രിഫറൻസ് സെയിം കളർ ബ്ലൗസ് ആയിരിക്കും. അപ്പം അതിനൊരു സൊല്യൂഷൻ കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒക്കേഷണൽ വെയർ സാരി ആൻഡ് വി ഹാവ് ദിസ് ഇൻ 2 ലുക്സ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ ഒരു സെയിം സാരിക്കകത്ത് തന്നെ നമുക്ക് 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലെ ബ്ലൗസാണ് നമ്മളതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്ത് സെയിം ബ്ലൗസാണ് വന്നിരിക്കുക, പക്ഷേ ഇതിനകത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലുക്കും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. റോയൽ ഫീലാണ് കേട്ടോ. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകാനാണെങ്കിലും ഇങ്ങനത്തെ സാരീസൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഓപ്ഷൻ. ഞാൻ ഉടുത്തിരിക്കുന്നതിനകത്ത് ആക്ച്വലി സെയിം ബ്ലൗസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ഉള്ള നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് വെരി ക്ലോസ് ടു ബ്ലാക്ക് എന്ന്, അങ്ങനത്തെ ഒരു ബ്ലാക്കാണ്, ഗ്രീനാണ് കേട്ടോ. ആൻഡ് 2-ply weaving style. Means we have 2 different shades of zari in this one. ഒരു സിൽവർ ടോണും ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. തിൻ അപ്പർ ബോർഡർ ആൻഡ് ലോ ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വരുന്നത്. ഓൾ ഓവർ ദ സാരി വി ഹാവ് എ വെർട്ടിക്കൽ പാറ്റേൺ. പക്ഷേ യൂഷ്വലി വെർട്ടിക്കൽ പാറ്റേൺസിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ അപ്പർ പോർഷനിലോട്ട് വരുമ്പോൾ ഇറ്റ് ലുക്സ് വെർട്ടിക്കൽ. അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി. ലോവർ പ്ലീറ്റ്സ് നമുക്കൊന്ന് വൈഡായിട്ട്, ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന സാരി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ഗോ ഫോർ എ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പാറ്റേൺ. അതിനകത്ത് ഫുള്ളായിട്ട് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേൺ ആൻഡ് ഫ്ലോറൽ ഡീറ്റെയിലിങ്. സിൽവർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് മോർ ലൈക്ക് ലൈറ്റ് ഗോൾഡ് ആൻഡ് യെല്ലോ ഗോൾഡ് അങ്ങനത്തെ ഉള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് സാരിയാണ് കേട്ടോ. നമുക്കൊരു ചന്തേരിയുടെ ഒരു ഫിനിഷിങ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, വെയ്റ്റും തീരെ ഇല്ലാത്ത സാരി. പല്ലുവിൻ്റെ ലുക്ക് സിമ്പിൾ ലുക്കാണ്.
സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ്. അത് വി ഹാവ് ദിസ് ടാസൽ നോട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന മൾട്ടി ലെയർ ടാസലും കൂടെ. എൻ 163യും 162 ആണ്. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ബ്ലൗസിൻ്റെയും പിക്ചർ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ടാവും. ആൻഡ് നമ്മളൊരു കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ റെഡി ടു വെയർ ഒക്കെ ആക്കണമെങ്കിലൊക്കെ കൺവീനിയൻ്റ് ആണ് കേട്ടോ. സാരി ഈസിയാണ്, ലൈക്ക് ആ വെയിറ്റ് തീരെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്ലീറ്റ്സും അതേപോലെ തന്നെ കിടന്നോളും, ബുദ്ധിമുട്ടൊന്നുമില്ല. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി, അങ്ങനെ ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന ഒരു ലുക്കാട്ടോ ഇത്. വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസും കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കുന്നുണ്ട്. ആൻഡ് റെഡിൻ്റെയും ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്ന കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഞാൻ വെയർ ചെയ്തേക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസ് ആട്ടോ. ആൻഡ് ഇതിനകത്ത് വന്നേക്കുന്ന കാഞ്ചീപുരത്തിൻ്റെയും അതുപോലെ ബനാറസിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീവിങ് സ്റ്റൈലാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ബോർഡറിലൊക്കെ കാഞ്ചീപുരത്തിൻ്റെ ഒരു സിമിലർ പാറ്റേണിൽ വന്നേക്കുന്ന ബോർഡർ. അതിന് നമ്മുടെ ബനാറസിൽ കാണുന്ന പോലത്തെ ഒരു ബൂട്ടാസിൻ്റെ ഡീറ്റെയിൽസ്, ഗോൾഡ്, ഒരു ലൈറ്റ് ഗോൾഡിൻ്റെയും ഡാർക്ക് ഗോൾഡിൻ്റെ ഒരു മിക്സിലാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു കുഞ്ഞു ബൂട്ടാസിൻ്റെ ഈ ഒരു ലുക്കാണ് ബ്ലൗസ് പീസിലും സ്കേർട്ടഡായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് ബ്ലൗസിൽ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ സ്ട്രൈപ്സ് ഡീറ്റെയിലിങ്ങിൽ വന്നേക്കുന്ന പല്ലുവിൽ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ ആൻഡ് മൾട്ടി നോട്ടഡ് ആയിട്ട് വന്നേക്കുന്ന ടാസിൽസ്. ഇത് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസിൽസ് ആട്ടോ. ഇത് ചന്തേരിയിൽ ഫിനിഷിൽ വന്നേക്കുന്ന ഒരു സാരി. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നമുക്കിപ്പം കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണ്ട, ഒരു സെയിം ലുക്കിൽ തന്നെ വരുന്ന ബ്ലൗസ് ആണെങ്കിലും NHH 163 എന്ന കോഡിൽ ആ ഒരു സാരി അവൈലബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NHH 162 ആട്ടോ. ഞാൻ വേറെ ചെയ്തേക്കുന്ന സാരിയുടെ കോഡ് വരുന്നത് 162. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2999 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഹെവി ലുക്കിൽ വന്നേക്കുന്ന ചന്ദേരി ഫിനിഷ് സാരി. മാനിക്യൂർ നിൽക്കുന്നിടത്ത് നിന്നാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള അജ്രക് ഫാബ്രിക്കിൻ്റെ യോക്ക് ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഫ്ലോറൽ ഡിസൈൻസ് കണ്ടോ, വൈറ്റ് കളറിലെ ത്രെഡും മെറൂൺ കളറിലെ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് അതിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് യോക്ക് പോർഷനിൽ മാത്രമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഹാൻഡ് ബ്ലോക്കിൻ്റെ ഭംഗ്രൂ പാറ്റേണിൽ ചെയ്തേക്കുന്ന ഫിനിഷിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അത് തന്നെ നമുക്ക് ക്ലോസറിൽ നോക്കുമ്പോൾ അറിയാം, ബ്ലോക്സ് വെച്ചേക്കുന്ന ജോയിൻറ്റ്സ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സ്ലീവ്സിലും സെയിം ഫാബ്രിക്കാണ്, ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ ഈ സെയിം മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് കേട്ടോ ഹാൻഡ് ഹൈലൈറ്റ് വന്നേക്കുന്നത്. ബാക്കിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് ഇല്ല, ബാക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് എൻ്റെ ഹൈലൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 999 പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. DN എന്ന കോഡിൽ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് ഒരു ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഒത്തിരി പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് ഞാനിത് വെയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, നമുക്കിങ്ങനെ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. എന്നാൽ ഈസി ടു വാഷ് ആണ്, പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ. ഞാനിത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ഷോർട്ട് സ്ലിറ്റ് കൊടുത്തിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് രണ്ട് സൈഡും നമുക്ക് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ്, കാരണം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, നാച്ചുറൽ കോട്ടൺ ഫാബ്രിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ സ്റ്റൈൽസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ കൂടുതൽ കളക്ഷൻസ് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യണം. യുണീക്ക് ലുക്സ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും, നമുക്കറിയാം. പർച്ചേസ് ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്തെ സ്റ്റോറിൽ, കോട്ടയത്തെ സ്റ്റോറിൽ അല്ലെങ്കിൽ തലമുള്ള സ്റ്റോറിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീസ് നോക്കി തന്നെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് സ്റ്റോറിൽ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം എത്തുക. അപ്പം DN എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന 999 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ ലൈൻ പാറ്റേണിൽ റൗണ്ട് നെക്കിൽ ഫ്രണ്ട് സ്ലിറ്റഡ് പാറ്റേണിലായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ഡ്രസ് പാറ്റേണിലും കുർത്തി പാറ്റേണിലും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഷോർട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പം സ്ലിറ്റഡ് അല്ലാതെ സ്ലിറ്റഡ് ടോപ്പായിട്ടും ചെയ്തെടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസുമായിട്ട്.